സർ, മൊണാലിസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന സംഭവവികാസങ്ങൾ യഥാർത്ഥത്തിൽ എം വി ഗോവിന്ദനും അതോടൊപ്പം തന്നെ ശിവൻകുട്ടിയും അറസ്റ്റ് ചെയ്യപ്പെടുമോ? തീർച്ചയായിട്ടും അവരിപ്പോ പോലീസ് കസ്റ്റഡിയിലാണല്ലോ. എം വി ഗോവിന്ദനും ശിവൻകുട്ടിയും കൂടാതെ എ റഹീമും ഒക്കെ പോലീസ് കസ്റ്റഡിയിലാണ്. ആണോ? അല്ല. അല്ല. അപ്പൊ കുറച്ച് നാൾ മുമ്പ് വരെ സത്യം പറഞ്ഞാൽ ഒരു പിണറായി വിജയൻ കൂടി പോലീസ് കസ്റ്റഡിയിലാവുമെന്ന് പറയുന്ന കുറെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്കടക്കം ചിലപ്പോൾ നിങ്ങൾ മറ്റു പല പാർട്ടികളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ചിലപ്പോൾ പിണറായി വിരുദ്ധത ഉണ്ടായിരിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ അതും പറഞ്ഞിട്ട് ഈ അവാസ്തവമായിട്ടുള്ള വാർത്തകളെ നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷിക്കുന്നത് എന്ത് എന്നാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. ഞാൻ പറയുന്നത്, ഇപ്പൊ ഈ കേസ് മുറുകീന്ന് തന്നെ വിചാരിക്കും. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്ന് കല്യാണം കഴിച്ചു എന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ആ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ അത് കിഡ്നാപ്പിംഗ് കേസാണ് എടുത്തേക്കണം ഫർമാനെതിരെ. ഈ ഫർമാനെതിരെ കിഡ്നാപ്പിംഗ് കേസ് എടുത്തേക്കണം. ഒരു കല്യാണം നടത്തുന്ന സ്ഥലത്ത് 2 പേര് 3 പേര് ചെന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതും ഒരു രാജ്യസഭ MP, കേരളത്തിലെ ഒരു മന്ത്രി, കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, MLA, ഇവരെ 3 പേരെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരു പാർട്ടി അതിന് നേതൃത്വം വഹിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടി ആ ഒരു വിവാഹത്തെ നയിക്കുക എന്ന് പറയുമ്പോൾ അതിന് ദുരുദ്ദേശമില്ല. ഒരു ദുരുദ്ദേശവും ഇല്ല. പാർട്ടിയുടെ നിലപാടാണെന്ന് അത്. നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ എന്താ ഏറ്റവും ഒടുവിൽ വന്നേക്കണേ ആ കുട്ടിക്ക് 18 വയസ്സുണ്ട് എന്ന് തന്നെ ആ കുട്ടി പറയുന്നു. ആ കുട്ടിയുടെ 2 ആധാർ കാർഡുകളിലും ആ ഡേറ്റ് ഓഫ് ബർത്ത് അത് തന്നെയാണ്. മധ്യപ്രദേശ് ഗവൺമെന്റ് ഒന്നും പറയുന്നില്ല. കാരണം പറഞ്ഞിരുന്നത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് വരാം. മനസ്സിലായി? അതിലേക്ക് നമ്മളിപ്പോൾ പെട്ടെന്ന് പോകല്ലേ, ഇതിലേക്ക് കഴിഞ്ഞിട്ട് പോവാം. ഈ പറയുന്ന രേഖകളെല്ലാം അതിന് അനുകൂലമാണെന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഫാക്ട് എന്താ? നമ്മളാരും ഇപ്പൊ അത് പരിശോധിക്കുകയും വിധി നിർണ്ണയിക്കാനൊന്നും ആളല്ലല്ലോ. ഏറ്റവും ആദ്യത്തെ ഫാക്ട് എന്താ? ഇപ്പൊ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന മധ്യപ്രദേശിൽ ഒരു വൻ സംഘം, അതായത് വനിതകളും ഇപ്പൊ പുരുഷന്മാരടങ്ങുന്ന ഒരു പോലീസ് സംഘം തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ 3-4 ദിവസം തമ്പടിച്ചു. ഇപ്പൊ ഇന്നലെ രാത്രി അവരങ്ങോട്ട് മടങ്ങിപ്പോയി. അവിടെ മടങ്ങിപ്പോയല്ലോ. ഈ മടങ്ങിപ്പോയപ്പോ എന്താ? അവർക്ക് ബോധ്യപ്പെട്ടു, കാരണം ഇവിടെ ഹൈക്കോടതിയിൽ കേസുണ്ട്. ഇനി വേണമെങ്കിൽ അവർ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് കോടതിയിൽ കൂടി അവർ എന്ത് ചെയ്യും? സമീപിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ സ്റ്റാൻഡ് എന്താ? CPM-ന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇതിന്റെ അകത്ത് ഈ പറയുന്ന പോലെ ലവ് ജിഹാദോ ഒരു തേങ്ങയുമില്ല. പകരം ഇത്തരത്തിലുള്ള മിശ്ര വിവാഹങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് അവരുടെ കാര്യം. കാരണം ഇത് ഈ സംഘപരിവാർ അനുകൂല ചാനലുകൾ സൃഷ്ടിക്കുന്ന ഏത് ക്രിസ്ത്യനും ഒരു മുസ്ലിമും ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലോ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലോ ഉടനെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്? അത് കിഡ്നാപ്പിംഗ് ആണെന്നും അതുപോലെ തന്നെ അത് ഈ പറയുന്ന പോലെ ലവ് ജിഹാദ് ആണെന്നും അത് തട്ടിക്കൊണ്ടുപോകലാണെന്നും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത്, തീരുമാനത്തിലേക്ക് എത്തുന്നത്? പിന്നെ മധ്യപ്രദേശ് പോലീസ് അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മധ്യപ്രദേശ് പോലീസ് അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മധ്യപ്രദേശിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും ഒക്കെ നമ്പർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലുള്ള കണക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. ഇപ്പൊ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലടക്കം ആ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളെല്ലാം അടങ്ങുമ്പോഴാണ് ഈ കേസിന് മാത്രമായിട്ടൊരു പ്രത്യേകത വരുന്നത്. കാരണം എന്താ? ഇതിന്റെ പുറകിൽ ഒരു മുസ്ലിം സമുദായ അംഗമാണ് ഈ മൊണാലിസയെ പ്രണയിച്ചത്, കല്യാണം കഴിച്ചത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണിത്. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് എന്ത് വിരുദ്ധത ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള അവാസ്തവമായിട്ടുള്ള വാർത്തകൾ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഇരുന്ന് ഭക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. അല്ല, ഇത് അവരാ ഈ ലവ് ജിഹാദിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ പല ഘടകങ്ങളും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വിഷയത്തിൽ നിന്ന് തന്നെ മാറിപ്പോവുകയല്ല. നമുക്കറിയാം, നാസിക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, കോതമംഗലത്ത് സോനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സംഭവവികാസങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു പലരെയും ഈ പറയുന്ന പോലെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മുസ്ലിം പുരുഷൻ നിലനിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇതുപോലെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു ഫിയർ സൈക്കോസിസ് ഇന്ത്യ മുഴുവൻ സംഭവമാണിത്. അല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഈ ഇന്ത്യയിൽ എത്ര മുസ്ലിംസ് ഉണ്ട്? പറ. ഇന്ത്യയിൽ എത്ര മുസ്ലിംസ്? ഒരു 15% മുസ്ലിംസ് ഉണ്ടല്ലോ. ഈ 15% മുസ്ലിം എന്ന് നമ്മൾ നിസാരമായിട്ട് വരുമ്പോൾ 140 കോടിയിലാണ് ഈ 15%. എത്ര കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾ വരും? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ 3ാമത്തെ 4ാമത്തെ ജനസംഖ്യയുള്ള മുസ്ലിംസ് ജനസംഖ്യ ഉള്ളത് ഇന്ത്യയിലാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു അപനിർമ്മിതി നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എ റഹീം കല്യാണം കഴിച്ചേക്കണ ആരെന്ന് നിങ്ങൾക്ക് അറിയോ? എ റഹീം കല്യാണം കഴിച്ചേക്കണത് ആരെയാണ്? അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അമൃത എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ലോയറാണ്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഇനി ആ പ്രശ്നമുണ്ടെങ്കിൽ പോലും എന്റെ ലളിതമായ വാദം, നിങ്ങൾ ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചോളൂ. അതായത് ഇത്തരത്തിലുള്ള കാര്യം ഒരു ഭയപ്പാട് ഇതിനകത്തുണ്ടാകാമെന്ന് ചൂണ്ടിക്കാണിക്കും. അങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭയപ്പാട് ആളുകളിൽ ഉണ്ടാകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്.
അല്ല, അതൊക്കെ മറ്റൊരു വിഷയമാണ്. നമ്മൾ അതിനെ ആളുകൾക്ക് എന്തുകൊണ്ട് ഭയപ്പാടുണ്ടാകുന്നു വെച്ചാൽ, ഈ ഭയപ്പാടുണ്ടാകുന്നത് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു അജണ്ട നിർമ്മിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സംഭവവാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പൊ അങ്ങനെ നിങ്ങൾ പറയണത് ഇങ്ങനെ സംഭവവാസങ്ങൾ ഉണ്ടാവരുത്, ഒരു മുസ്ലിം ഒരിക്കലും ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കരുതാണോ? അതല്ല, ഒരിക്കലും അല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നിലനിൽക്കുകയും ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഏത് കേസുകൾ? ഇപ്പൊ നാസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കോതമംഗലത്ത് നാസിക്കുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ താങ്കളോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു. താങ്കളെ പോലെയുള്ള ആളുകളും ഈ പറയുന്ന പോലെ ഈ പറയുന്ന വിഷം ഇവിടെ പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു, തെളിവോടുകൂടി ഈ പറയുന്ന പോലെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസ് പറ. ഇപ്പൊ നാസിക്കിലെ കേസ് അന്വേഷണത്തിലാണല്ലോ, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. വലിയ ദുരൂഹതകൾ അതിന്റെ പുറകിലുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല, ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം, അത് അവിടെ നോട്ടെ, അത് വേറൊരു വിഷയമാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഈ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ എന്താ, ലവ് ജിഹാദോ ഇത്തരത്തിലുള്ള ഒരു കാര്യമോ ഇല്ലെന്നാണ്, ഒരു പ്രസ്ഥാനമില്ലെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? പിന്നെ എന്താ ഉദ്ദേശിച്ചത്? എന്താ മറുപടി? എന്താ അങ്ങനെ പാർലമെന്റിൽ പറഞ്ഞ മറുപടി എന്താ? അങ്ങനെ ഒരു പ്രസ്ഥാനം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ജസ്റ്റിസ് കെ ബി കോശിയൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് കേസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജസ്റ്റിസ് കെ ബി കോശി ഈ കേസുകളുണ്ട് എന്ന് പറയുന്നത് ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ആർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ഒരു ഹിന്ദുവിനെ ഒരു മുസ്ലിം ഗുണ്ട കുത്തിക്കൊന്നു എന്ന് വിചാരിക്കും, മുസ്ലിം സമുദായത്തിൽ ജനിച്ചൊരു ഗുണ്ട കുത്തിക്കൊന്നു. അപ്പൊ നമ്മൾ പറയണേ എല്ലാ മുസ്ലിമുകളും ഈ പറഞ്ഞ പോലെ ഗുണ്ടകളെ ഹിന്ദുക്കളെ കുത്തിക്കൊല്ലുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാവുന്ന ഒരു വാദമാണത്. ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടെന്ന്. ആ ഈ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ തമ്മിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ പ്രണയം ഉണ്ടാവും, ചിലപ്പോൾ സംഘർഷം ഉണ്ടാവും, മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്റെ ചോദ്യം അതൊന്നുമല്ലല്ലോ. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഇത്തരം ഒരു കല്യാണത്തിൽ പങ്കെടുത്തത് കൊണ്ട് എ റഹീമിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഗോവിന്ദൻ മാഷയെയും, നിങ്ങൾ അറിയേണ്ടത് ശിവൻകുട്ടിയെയും ഒക്കെ ഇതാ പണി കിട്ടിയിരിക്കുന്നു, ഇതാ ഇവർ കുടുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച യൂട്യൂബേഴ്സും ഈ പറയുന്ന പോലെ എന്താണ് വാർത്താ ചാനലുകളും എവിടെ എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. ഭാഗ്യത്തിന് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകളൊന്നും ആ നിലവാരത്തിലേക്ക് ഉയർന്നില്ല കേട്ടോ, മനസ്സിലായോ? പക്ഷെ വളരെ ആധികാരികം എന്ന് തോന്നുന്ന രീതിയിൽ നിരവധി നമ്മുടെ പോലുള്ള യൂട്യൂബ് ചാനലുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ തള്ളൽ ഈ കേട്ടിരുന്ന ആളുകൾ മുഴുവൻ അവരോട് ചോദിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. എവിടെ ഇവരാരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ചോദിക്കണ്ടേ? അപ്പൊ അത് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിന്റെ നാളെ ഇപ്പൊ നിലവിൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വർ ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞേക്കണം, നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ആ തെളിവുകൾ നമ്മളൊക്കെ കണ്ടതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ എതിർക്കൂലേ? ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള മാതാപിതാക്കള് വയസ്സ് തിരുത്തി പറയൂലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല മാതാപിതാക്കൾ ഇങ്ങനെ മനഃപൂർവ്വം വയസ്സ് തിരുത്തി പറഞ്ഞുകൊണ്ട് തന്റെ മോളെ തിരിച്ചു വിളിക്കാനുള്ള പ്ലാൻ. മാതാപിതാക്കള് ആ മോളെ രക്ഷിക്കാൻ വേണ്ടി ഏത് വഴിയും നോക്കും എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? മനസ്സിലായോ? പിന്നെ ഇപ്പൊ മാതാപിതാക്കൾ മാത്രമല്ല, ഇപ്പൊ ഈ മാതാപിതാക്കളുടെ പുറകിലും വേറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ സത്യത്തിൽ ഇരകളാണ്. മാതാപിതാക്കളെ നമ്മൾ തെറ്റുപറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ ഇപ്പൊ താങ്കളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും വീട്ടിൽ നിന്നോ പോലും ഒരു അന്യമതത്തിലുള്ള പെൺകുട്ടിയെ ഒരു പയ്യൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടിയെ അന്യമതസ്ഥനായ ഒരാൾ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഒരു കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമുദായത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും പെൺകുട്ടിയുടെ വാദം നമ്മൾ ഒരിക്കലും വിലക്കെടുക്കില്ല. നമ്മൾ ഈ ഫർമാൻ ഖാന്റെ വാദവും വിലക്കെടുക്കില്ല. പകരം അവരുടെ വാദം മാത്രം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നതിൽ എന്താ അടിസ്ഥാനമുള്ളത്? ലെറ്റ് ദാറ്റ് കോടതി ഡിസൈഡ്. നമുക്ക് പ്രശ്നമില്ല. അത് ലെറ്റ് ദാറ്റ് കോർട്ട് ഡിസൈഡ്. നമുക്ക് പ്രശ്നമില്ല. ഹൈക്കോടതിയിലാണ് കേസ്. ഹൈക്കോടതി ഇപ്പൊ എന്തായാലും പ്രഥമ ദൃഷ്ട്യാ ഇതൊരു കിഡ്നാപ്പിംഗ് കേസല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ചോദിക്കുന്നത് അടുത്ത ചോദ്യം, ഈ ഹൈക്കോടതി ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ ഒരു കിഡ്നാപ്പിംഗ് കേസല്ല എന്ന് തോന്നിയോണ്ടായിരിക്കുമല്ലോ ഒരു കാര്യം പറഞ്ഞേക്കണത്. എന്ത് ഈ പറയുന്ന നോട്ട് ടു അറസ്റ്റ് പറഞ്ഞേക്കണതായിരിക്കുമല്ലോ, അല്ലെ? അല്ലാതെ അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കണ ഒരു പെൺകുട്ടിയെ ഹൈക്കോടതി പറയോ ഒരു 2 ദിവസവും കൂടി കയ്യിൽ വെക്കാം എന്നിട്ട് നമുക്ക് കൊണ്ടുപോകാന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് ഇത്തരത്തിലൊരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ, അത് കേരളത്തിലേക്ക് കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തോതിലുള്ള വിഷം വമിപ്പിക്കുന്ന പ്രചാരണമായിരുന്നു. ഗോവിന്ദൻ മാഷ് ഇവരൊക്കെ എന്ത് ചെയ്യും, തിരിച്ചു കൊടുത്ത് പിടിയിലാവും, അറസ്റ്റിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടി. ഇതിൽ ഗോവിന്ദ മാഷ കൂടി ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട്. മാഷ് പോലും കഴിഞ്ഞ തവണ പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ മാഷ് ഒറ്റ വാക്കിൽ ഒതുക്കി. മാഷ് അത്ര ആവശ്യമുള്ളൂ. ഇനിയും അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യും, കൂടെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് വലിയൊരു പ്രചരണം ഇവർക്കെതിരെ നടന്നിരുന്നല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇഷ്ടപ്പെടാത്ത വലിയൊരു സമൂഹം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇത്തരം സമൂഹമല്ല, ഇത്തരം സമൂഹം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല നേരത്തെ. അതായത് ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം യുവാവ് കല്യാണം കഴിക്കുന്ന പോലുമല്ല,
ഇപ്പൊ പോലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഒരു നായരെ ഈഴവര് കല്യാണം കഴിച്ചാൽ ഇഷ്ടപ്പെടില്ല, ഈഴവരെ നായര് കല്യാണം കഴിച്ചാൽ ഇഷ്ടപ്പെടില്ല, നമ്പൂതിരിയെ കല്യാണം കഴിച്ച് നായര് കല്യാണം കഴിച്ച് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ബ്രാഹ്മണരെ നായരെ കല്യാണം കഴിച്ച് ഇഷ്ടപ്പെടില്ല. അല്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തിനായിരിക്കാം ഇങ്ങനെ ഈ പറയുന്ന പോലെ ഈ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് അവർ വരുന്നതിൽ ദുരൂഹതയില്ല. കാരണം കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ഇത് നിലനിൽക്കുന്നില്ല. സിനിമയുടെ ഷൂട്ടിംഗുമായി കേരളത്തിൽ തന്നെ ഇങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല എന്നിപ്പോ താങ്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നില്ല, അല്ല, ഇങ്ങനെ ഒരു പരസ്പരം അങ്ങനെ വിവാഹം ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, പറഞ്ഞുതരാം, അതിന് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അല്ല, മുഴുവൻ പറയാൻ താങ്കൾ സമ്മതിച്ചില്ല, അതുകൊണ്ടാണുള്ള പ്രശ്നം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സംഘപരിവാർ അജണ്ടകളും ഇതുപോലെ മുഴുവൻ കേൾപ്പിക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്ന ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ, ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കേരളത്തിൽ ജീവിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. എന്ന് പറഞ്ഞാൽ അവരെ കയ്യേറ്റം ചെയ്യാനോ അവരെ ആക്രമിക്കാനോ ഒന്നും ആരും മുതിരാറില്ല. കാരണം ഇഷ്ടക്കേടുണ്ടാവും, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങളിലേക്ക് എന്ത് ചെയ്യില്ല, പോവില്ല. ആ പരിധിക്കപ്പുറത്തേക്കുള്ള പ്രതികരണങ്ങളിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല, ആ വീട്ടുകാർക്ക് ഇഷ്ടക്കേടുണ്ടാവുമെങ്കിൽ പോലും ഒരു മഹാഭൂരിപക്ഷം എന്ന സൊസൈറ്റി അതിലൊന്നും ഇടപെടാതെ ജീവിക്കാനുള്ള സാഹചര്യവും കേരളത്തിൽ ഒതുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ഉള്ള ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം എന്നവർക്ക് തോന്നിയത് കൊണ്ടുകൂടിയാണ് അവരിങ്ങോട്ട് വന്നേക്കുന്നത്. നമ്മുടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഒരാളുടെ വ്യക്തിപരമായി അവർക്കൊരു വരനെ മതം നോക്കാതെ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണം. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് CPM-ഉം അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും A. റഹീമും എല്ലാവരും നിന്നിട്ടുള്ളത്. അവർ ജീവിതം കൊണ്ട് പോലും അത്തരം നിലപാടുകൾ എടുത്ത് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിലൊറ്റ കാര്യമുള്ളൂ, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നാളെ തന്നെ മധ്യപ്രദേശ് പോലീസ് അങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നു, ഗോവിന്ദൻ കിടുങ്ങി, പുള്ളി ഈ പറയുന്ന ഒരു ഒളിവിലാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ടുള്ള വീരശൂര പരാക്രമികളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ സത്യം പറയുന്നവരാണ്. മനസ്സിലായ? ഇത് ഞാൻ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള യൂട്യൂബ് ചാനലുകൾ അടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ അടക്കം ഇരുന്ന് ഇതേ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. എന്റെ ചോദ്യമൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവരെ എന്ത് ചെയ്തു, ക്രൂശിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. പക്ഷേ ആ സബ് രജിസ്ട്രാർ ഓഫീസിനും ഒരു ചെക്കിംഗ് നടത്താമായിരുന്നല്ലോ, ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ചെക്കിംഗ് നടത്താമായിരുന്നല്ലോ. അതിന്റെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടില്ലേ? സബ് രജിസ്ട്രാർ ഓഫീസ് ചെക്കിംഗ് നടത്തി. ഞാൻ ആദ്യം അനാസ്ഥ ഉണ്ടെന്ന് വിചാരിച്ച ഒരാളാണ്, പക്ഷെ അനാസ്ഥ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ രേഖകളെല്ലാം കറക്റ്റാണ്. പിന്നെ ആധാർ വ്യാജമാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള മധ്യപ്രദേശ് പോലീസിന്റെ അടുത്തും മധ്യപ്രദേശിലെ അതോറിറ്റീസിന്റെ അടുത്തും ആധാർ വ്യാജമാണെന്ന് പറഞ്ഞിട്ടില്ല. ആധാറിന്റെ നിങ്ങൾ ഈ പറയുന്ന ഇവിടെ ഈ രാജ്യത്തല്ലേ ജീവിക്കുന്നത്? കേരളത്തിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകണം. ഞാനൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ 25 കൊല്ലം മുമ്പ് എനിക്കറിയാം, നമ്മൾ 1000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു പല സ്റ്റേറ്റിൽ നിന്ന് ലൈസൻസും കൂടെ അയച്ചു കിട്ടും. അപ്പൊ അവിടെ നിന്നുള്ള രേഖകൾ, ആ രേഖകൾ ഒറിജിനൽ അല്ല, അത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് പറയുന്ന വാദം അവർക്കില്ല. ഇപ്പൊ ഉള്ളത് ആ രേഖകളിൽ കാണുന്നത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. രേഖകളിൽ കാണുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ആ പെൺകുച്ചിന്റെ കയ്യിൽ 2 ആധാർ കാർഡുകളുണ്ട്. ഒന്ന് ചെറുപ്പത്തിൽ എടുത്തത്, പിന്നെ വലുതായപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എടുത്തിട്ടുണ്ട്. ഈ രണ്ടിലും കാണുന്നത് ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഈ ഒരേ ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ അങ്ങനെയുള്ള രേഖ ആര് ഇഷ്യൂ ചെയ്തു എന്നുള്ളത് മധ്യപ്രദേശ് പോലീസ് പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അന്വേഷിക്കണം. പിന്നെ മധ്യപ്രദേശ് സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ അറിയോ? വ്യാപം എന്ന് പറയുന്ന ഒരു അഴിമതി കേസ് കേട്ടിട്ടുണ്ട് അവിടെ? കേട്ടല്ല? 45 പേരെ കൊല്ലപ്പെട്ടത്. എന്താണ് അഴിമതി എന്ന് അറിയോ? അവിടെ എന്താണ് അഴിമതി? എന്റെ പൊന്നോ, നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. 45ഓളം പേര് എന്ത് ചെയ്തു, അന്വേഷണം എടുക്കുമ്പോഴേക്ക് സൂയിസൈഡ് ചെയ്തു. എന്താ കാര്യം എന്നറിയോ? ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിൽ തന്നെ അഴിമതി നടന്ന് ആ പണം മേടിച്ച് നിരവധി ആളുകളെ, ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവരെ തിരികെ കയറ്റി. ആ തിരികെ കയറ്റിയതിൽ മജിസ്ട്രേറ്റ് മുതൽ ഈ ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെയുള്ള ആളുകളുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തിയപ്പോ ഓരോരുത്തരായി പടിപടിയായി ആത്മഹത്യ ചെയ്തവരുടെ നമ്പറാണ് ഈ പറയുന്ന 45 എന്ന് പറയുന്നത്. പിന്നെ അവിടെ വെച്ച് അന്വേഷണം നിർത്തി, ഇല്ലെങ്കിൽ 100-150 പേര് മരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു പോലീസും അവരുടെ ഉദ്യോഗസ്ഥരും കൂടി എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഫർമാൻ ഖാനെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, നേരെ ഇവിടെ വരെ വന്ന് സമയം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടായിക്കോ, പിണറായി വിരുദ്ധത ഉണ്ടായിക്കോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം അതൊക്കെ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ പറയണത് കുറച്ചെങ്കിലും സത്യം വല്ലപ്പോഴെങ്കിലും എന്ത് പറയാ, അത്രേ ഉള്ളൂ.